ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് 25% വരെ അധിക താരിഫ് ചുമത്തി ഡൊണാൾഡ് ട്രംപ്. കൊറിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഓട്ടോമൊബൈൽ, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് ആണ് താരിഫ് ചുമത്തുക. നികുതി ഒഴിവാക്കുന്നതിനായി മുന്നോട്ട് വെച്ച നിബന്ധനകൾ ദക്ഷിണ കൊറിയൻ പാർലമെന്റ് അംഗീകരിക്കാത്തതാണ് ട്രംപിന്റെ കടുത്ത നടപടിക്ക് കാരണം. വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 15 മുതൽ 25% വരെ താരിഫ് ചുമത്താനാണ് തീരുമാനം. ഐസൺ ജോസ് തുടരുന്നു. ഐസൺ, ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിൽ താരിഫ് ഭീഷണി വിവിധ രാജ്യങ്ങൾക്ക് മുമ്പിൽ ഉയർത്തുകയാണ്. ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണല്ലോ, കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും ദക്ഷിണ കൊറിയയ്ക്ക് നേരെ പുതിയൊരു താരിഫ് മുന്നറിയിപ്പാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്. 25% അധിക താരിഫ്, അതായത് 15 മുതൽ 25% വരെ ഫാർമസ്യൂട്ടിക്കൽ, ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾക്ക്, പ്രധാനമായും ദക്ഷിണ കൊറിയയിൽ നിന്നെത്തുന്ന ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾക്കും അല്ലെങ്കിൽ കാറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കായിരിക്കും ഇത്തരത്തിൽ 25% അധിക താരിഫ് ചുമത്തുക എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് താരിഫ് ചുമത്താതിരിക്കുന്നതിന് പല നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ പല നിബന്ധനകളും ട്രംപ് മുന്നോട്ട് വയ്ക്കുക പതിവുണ്ട്. അതായത് വിദേശ രാജ്യങ്ങൾ തങ്ങളുടെ നിക്ഷേപം അമേരിക്കയിൽ നടത്തുക, വിദേശ രാജ്യങ്ങളുടെ ധനം അമേരിക്കയിൽ നിക്ഷേപിക്കുക, അതുവഴി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ഒരു നയവും അതുപോലെ തന്നെ മറ്റു ചില ധാരണകളുമാണ്. അത്തരത്തിലുള്ള ഒരു നയത്തിന്റെ ഭാഗമായി വിദേശത്ത് നിന്നും നിക്ഷേപങ്ങൾ നൽകുകയും അത്തരത്തിലൊരു ഗൗരവമായ രീതിയിൽ ഈ താരിഫ് ചുമത്തുന്ന നീക്കത്തെ പ്രതിരോധിക്കുകയും ചെയ്യാനുള്ള നടപടികൾ കൈക്കൊള്ളാനുള്ള ഒരു സ്വാതന്ത്ര്യം രാജ്യങ്ങൾക്ക് നൽകുന്നു എന്ന ഒരു നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരുന്നത്. അതിന്റെ ഭാഗമായി ജൂലൈ 30 അത്തരത്തിലുള്ള ചില ധാരണകൾ, 2025 ജൂലൈ 30 അത്തരത്തിലുള്ള ചില ധാരണകൾ ദക്ഷിണ കൊറിയയുമായി ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ധാരണകളെല്ലാം തന്നെ കൃത്യമായും കൈകാര്യം ചെയ്യുന്നതിലും അത് റാറ്റിഫൈ ചെയ്യുന്നതിലും, അതായത് അത്തരത്തിലുള്ള ധാരണകൾ സർക്കാർ രൂപീകരിക്കുകയും ആ ധാരണയ്ക്ക് അടിസ്ഥാനമായി ആ ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങളെ വീണ്ടും തുടർ നടപടികളിലൂടെ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നതിനുള്ള നടപടികൾ ദക്ഷിണ കൊറിയൻ പാർലമെന്റ് സ്വീകരിച്ചില്ല എന്നതാണ് ട്രംപ് വളരെ കൃത്യമായ ഒരു നിലപാടായി അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ നിലപാട് ദക്ഷിണ കൊറിയൻ പാർലമെന്റ് അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാത്തതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു നീക്കം നടത്തുന്നത്. 2025 ഒക്ടോബർ 29 ഇതേ വസ്തുത, ഈ പ്രശ്നം കൃത്യമായി ഉന്നയിക്കുകയും, അതായത് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ സന്ദർശന വേളയിൽ ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇത്തരത്തിൽ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് അമേരിക്ക സന്ദർശിച്ച വേളയിൽ ഇക്കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ചെങ്കിലും നടപടികളൊന്നും ഉണ്ടായില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഓട്ടോമൊബൈലിനും ഫാർമ അതുപോലുള്ള സമാന ഉൽപ്പന്നങ്ങൾക്കെല്ലാം തന്നെ 15 മുതൽ 25% അധിക താരിഫ് ചുമത്താനുള്ള ഒരു നീക്കം ദക്ഷിണ കൊറിയയ്ക്ക് അധിക താരിഫ് ചുമത്താനുള്ള ഒരു നീക്കം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വൈകാതെ തന്നെ നീക്കം നടപ്പിലാക്കുകയും ചെയ്യുമെന്നാണ് ട്രംപ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വിനോദ്, വ്യക്തമാണ്. ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് 25% വരെ അധിക താരിഫ് ചുമത്തുകയാണ് ഡൊണാൾഡ് ട്രംപ്. കൊറിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് ഇത്തരത്തിൽ താരിഫ് ചുമത്തുക. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.